വിവാദങ്ങൾക്കിടെ കൂത്തുപറമ്പ് എംഎൽഎ കെ.പി. മോഹനൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത അങ്കണവാടിയിലേക്ക് കുട്ടികൾ എത്തിയില്ല. കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മതി പുതിയ കെട്ടിടവും ഉദ്ഘാടനവുമൊക്കെ എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പ്രതിഷേധവും കയ്യേറ്റവും കടന്ന് കെ.പി. മോഹനൻ എംഎൽഎ ഇന്നലെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള അങ്കണവാടിയാണിത്. ഇന്നിപ്പോൾ ഇവിടെ ഒരു കുട്ടി പോലും അങ്കണവാടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ അങ്കണവാടിയിലേക്ക് ഇന്ന് കുട്ടികളെ അയക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അവർ പറയുന്നത് ഇതിന് തൊട്ടടുത്ത് ഈ കാണുന്ന കിണർ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ്, ഈ കിണറൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ വിജനമായ പ്രദേശത്തേക്കാണ് ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ മലിനജലം ഇവർ ഒഴുക്കിവിട്ടത്. കുട്ടികളെ എങ്ങനെയാണ് ഇവിടത്തേക്ക് അയക്കുക? കാരണം അങ്കണവാടി കെട്ടിടമുണ്ടായിട്ടോ മികച്ച സംവിധാനങ്ങൾ ഉണ്ടായിട്ടോ കാര്യമില്ല, കുട്ടികളുടെ ജീവനാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് അമ്മമാരുടെ രോക്ഷാകുലമായിട്ടുള്ള പ്രതികരണം. ചെറിയ മക്കളാണ്, ഇവരെ സുരക്ഷ നോക്കാണ്ട് അവർ അങ്കണവാടി ഓപ്പൺ ചെയ്യാണോ വേണ്ടത്? അവർ പറയുന്നത് കുടിവെള്ളം വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാന്ന്. എന്തുകൊണ്ട് അവരെ അവിടെ നിന്ന് എടുക്കാത്തത്? അവിടെ കൊള്ളൂലെന്ന് അവർക്ക് തന്നെ അറിയാം. കൗൺസിലറോട് ഞങ്ങൾ പറഞ്ഞു മെഞ്ഞാന്ന്, ഇതിൻ്റെ 2 ദിവസം മുമ്പേ ഞങ്ങൾ കൗൺസിലറോട് പറഞ്ഞു, നിങ്ങൾ എംഎൽഎ അറിയിച്ചോ, ഞങ്ങൾ ആരും കുട്ടികളെ വിടില്ല. അന്നേരം അവർ പറഞ്ഞാൽ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പ്രഹസനല്ലേ ഇന്നലെ അവിടെ നടന്നത്? ഈ ഡയാലിസിസ് സെൻ്ററും ഇതിനനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം മാത്രമേ കുട്ടികളെ ഇങ്ങോട്ട് അയക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കൂ എന്നുള്ളതാണ് അവരുൾപ്പെടെ പറയുന്നത്. എന്തായാലും അങ്കണവാടി കെട്ടിടം നല്ല ഗംഭീരമായി തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ അങ്കണവാടിയിൽ പഠിക്കാൻ കുട്ടികളില്ല, അല്ലെങ്കിൽ കുട്ടികളെ അയക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് പ്രദേശത്തെ അമ്മമാരും രക്ഷിതാക്കളുമൊക്കെ എടുത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.